വേഗത്തിൽ നമുക്കൊരു വാക്യം വായിക്കാൻ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം Ephesians 3-ാം അധ്യായം chapter 3 അതിന്റെ 7-8 വാക്യങ്ങൾ. verses 7 and 8. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. Praise you. Of this gospel I was made a minister according to the gift of God's grace, which was given by the working of his power. To me, though I was the very least of all the saints, the grace was given to preach to the Gentiles the unsearchable riches of Christ, and to bring to the light for everyone what is the plan of the mystery hidden for ages in God who created all things. Hallelujah. Hallelujah. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ സഭയ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ അവരുടേതായ ഒരുപാട് കുറവുകളെയും കാര്യങ്ങളെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ ഒരു ലേഖനമാണ്. Apostle Paul was writing this to the Ephesian church to overcome several of the weaknesses in their lives. ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ അയാളിലുള്ള ദൈവിക അനുഗ്രഹത്തെയും അയാളുടെ അതോറിറ്റിയൊക്കെ എന്തെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആണ് കൂടുതലും ഈ ലേഖനം എഴുതിയത്. This letter was written to a believer in Christ to recognize the spiritual blessings that he has access to in Christ and the authority. പ്രത്യേകിച്ച് ദൈവത്തിലെ സമ്പന്നതയെ വെളിപ്പെടുത്താനാണ് പൗലോസ് ഈ ലേഖനം എഴുതിയത്. Paul writes this letter to reveal the wealth that a person has in Christ. Richness, ക്രിസ്തുവിലെ richnessനെ വെളിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. He wrote this to illuminate the riches that a person has in Jesus Christ. Hallelujah. എന്നിട്ട് ഇതിൽ ഇങ്ങനെ പറയുകയാണ്, ആ സുവിശേഷ ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷകനായി തീർന്നു. It says, of this gospel I was made a minister according to the gift of God's grace, which was given by the working of his power. Hallelujah. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ഒരു ശുശ്രൂഷകനായി തീർന്നു. I became a minister. അത് ശുശ്രൂഷകനായി തീർന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, if you ask me how I became this minister, അത് ദൈവത്തിന്റെ കൃപാദാനത്താലാണ്. it is by the gift of God's grace. Hallelujah. Gift of God's graceലാണ്. Hallelujah. Just through the gift of God's grace. ശുശ്രൂഷകനായി തീർന്നു. That is how I became a minister. Hallelujah. ശുശ്രൂഷകനായി തീർന്ന ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. It is for that one reason, the gift of God's grace, that is the only reason why I'm a minister. പൗലോസ് പറഞ്ഞു, ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ ഇരുന്ന് തോറ വായിച്ചു പഠിച്ചതിന്റെ വലിപ്പം കൊണ്ടല്ല ശുശ്രൂഷകനായത്. He doesn't say that because of my knowledge of the law, it's not because of that I became a minister. ഞാൻ ഒരു യഹൂദനായി ജനിച്ചത് കൊണ്ടല്ല ഹല്ലേലൂയ എനിക്ക് ശുശ്രൂഷകനായി തീരാൻ കഴിഞ്ഞത്. It is not because I was born as a Jew, that's why I became a minister. എബ്രായനിൽ നിന്നുള്ള എബ്രായനായത് കൊണ്ടല്ല. It is not because I was a Hebrew of Hebrews, that's why I became a minister. ജനിച്ചത് കൊണ്ടല്ല. It is not because I was a Pharisee that I became a minister. കുഞ്ഞുനാൾ മുതലേ ഗമാലിയേലിന്റെ അടുക്കൽ ഇരുന്ന് ഇത് പഠിച്ചു വന്നതുകൊണ്ടല്ല. Just because I sat under the instruction of Gamaliel, that's not how I became a minister. എല്ലാം പഠിച്ച് ഈ ജ്ഞാനത്തിൽ തോറ മുഴുവൻ അതിന്റെ ആഴങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ മറ്റുള്ളവരെ കൊല്ലാനാണ് പൗലോസിന് തോന്നിയത്. Paul, as he learned the depths of the rules and the laws, and as he grew in the knowledge of the law, the increasing desire in his heart was to kill others. യേശുവിനെ അനുഗമിക്കുന്നവരെ പിന്തുടർന്ന് പോയി കൊല്ലണമെന്നാ തോന്നിയത്. His desire was to go and kill those who follow Jesus. അപ്പോൾ പൗലോസ് പറയും, അതുകൊണ്ടല്ല ഹല്ലേലൂയ ഞാൻ ശുശ്രൂഷകനായത്. That is not the reason why I became a minister. ജനിച്ച സ്ഥലത്തിന്റെ പ്രത്യേകതയല്ല. It is not because of the uniqueness of my birthplace. ജനിച്ച കുടുംബത്തിന്റെ പ്രത്യേകതയല്ല. It is not the uniqueness of which home I was born into.
പാരമ്പര്യത്തിന്റെ അല്ല, It is not because of my religious heritage. യഹൂദനായതുകൊണ്ടല്ല, It's not because I was a Jew. ഞാൻ ശുശ്രൂഷകനായ എന്റെ ബാക്കിലെ രഹസ്യം ഒന്നേ ഉള്ളൂ, അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. Hallelujah. There is only one secret for why I became a minister of this gospel. It's the grace of ആ God. ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. It is only because of the grace of God. ഹല്ലേലൂയ. Yes, Lord. ഹല്ലേലൂയ. Yes, ഞാൻ Lord. ദൈവത്തിന്റെ കൃപയാൽ ശുശ്രൂഷകനായി തീർന്നു. I became the minister of the gospel through the grace of God. ഹല്ലേലൂയ. Hallelujah. സുവിശേഷത്തിന്, Or because of that gospel. ഹല്ലേലൂയ, സുവിശേഷത്തെ, ഈ സുവിശേഷത്തിന്റെ മർമ്മത്തെക്കുറിച്ച് ആദ്യം കുറച്ച് പറയുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിൽ ഒരു മർമ്മം വെളിപ്പെട്ട് വന്നു. അത് സകലരും കർത്താവിൻ്റെ ഹല്ലേലൂയ കൂട്ടവകാശികളും ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ പങ്കാളികളുമായി തീരണം എന്ന് വെച്ചാൽ സകലരും, ജാതികൾ സകലരും. Yeah, he says that there's been certain mysteries of this gospel that has been revealed to me, that every person should partake in the blessings of this blessing in Christ. അപ്പോൾ പൗലോസിന്റെ സുവിശേഷം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. The gospel of Paul was Jesus Christ. ഹല്ലേലൂയ, ക്രിസ്തുവാണ്. ഹല്ലേലൂയ. Hallelujah. ഈ മർമ്മമാണ് പൗലോസിന്റെ സുവിശേഷം. The mystery of the gospel that Paul tries to present is Christ Jesus. ദൈവകൃപയാൽ ഈ സുവിശേഷത്തിന്റെ ശുശ്രൂഷകനായി തീർന്നു. He became a minister of this gospel by grace. പക്ഷേ എന്നിട്ട് ഇതിന്റെ അത് എടുത്ത് പറയും, പക്ഷേ ഇത് പ്രവർത്തിക്കുന്ന വേറൊരു രീതിയിലാണ്. But the way that it works is an entirely different way. ഈ സുവിശേഷം ദൈവകൃപയാലാണ് ലഭിച്ചത്. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ ഈ സുവിശേഷം പ്രവർത്തിക്കുന്നതിന്റെ ഹല്ലേലൂയ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയാണ്. Hallelujah. Even though I became a minister of this gospel by grace, the way that it moves is by the power of God. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ എടുത്തപ്പോൾ ജോയൽ അച്ഛൻ പറഞ്ഞു, യേശു വെളിച്ചമാണെന്ന് പറയുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കുമെന്ന്. As we heard through the Psalms, when you declare that Jesus is the light of the world, there is a power that comes to you. ഹല്ലേലൂയ. പൗലോസ് പറയും, പൗലോസിന്റെ ശുശ്രൂഷ ഇത്ര എഫക്റ്റീവ് ആവുന്നതിന്റെ കാര്യം ഈ ശുശ്രൂഷ ലഭിച്ചത് ദൈവകൃപയാണ്. പക്ഷേ ഇത് ഇത്ര പവർ എഫക്റ്റീവ് ആവുന്നതിന്റെ കാരണം ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. Paul says that even though I received a gospel, this ministry through grace, the reason why it's so effective is because there's a power behind it. യേശു എന്ന് പറയുമ്പോൾ ഒരു ശക്തി വ്യാപരിക്കുക. When you declare Jesus, there's a power behind it. ഇന്ന് ഹൃദയം തുറന്ന് യേശുവേ കർത്താവേ എന്ന് പറഞ്ഞാൽ ആ പറയുന്ന ഓരോരുത്തരുടെ മേലും ഒരു ദൈവശക്തി വ്യാപരിക്കുക. So whoever declares today Jesus is Lord, there's a power that goes through your body. ഈ വിശ്വാസത്തിൽ ചിലത് പറഞ്ഞാൽ അതിന്മേൽ ദൈവശക്തി വ്യാപരിക്കുക. When you declare by faith that Jesus is Lord, there is a power that goes through you. ഹല്ലേലൂയ. പൗലോസ് പറയുക, ഈ ശക്തി വ്യാപരിക്കുന്നതാണ് ഈ ശുശ്രൂഷയുടെ രഹസ്യം. The secret behind this ministry is there is an effective power behind it. ഇത് ചുമ്മാ ഈ സുവിശേഷം പറഞ്ഞാൽ വ്യാപരിക്കത്തില്ല. Just because you declare the gospel doesn't mean it will work. ചുമ്മാ വെറുതെ സുവിശേഷം പറഞ്ഞാൽ വ്യാപരിക്കത്തില്ല. You cannot use just empty words and expect this power to ഇത് move. എപ്പോഴാ വ്യാപരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വർക്ക് ചെയ്യുന്ന ഈ പവർ വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, Hallelujah. When will this power be effective or work if you ask? ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന പവറാണ്. Hallelujah. ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം മൂവ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരു പവറാണ്. Oh, this is a power that becomes manifest to the person who believes. You have access when you believe. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവേ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. നീ വിശ്വാസത്തോടെ യേശുവേ എന്ന് പറഞ്ഞാൽ ഈ ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങുക. Just because you say the name of Jesus does not mean it will work. But when you believe in your heart and you confess, then the power starts to move. ഈ എഫെസ്യർ ലേഖനത്തിൽ തന്നെ പറഞ്ഞത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Oh, that is why the apostle Paul writes, the effective, the immeasurable power of God that works on those who believe. പൗലോസ് പറയുക, ദൈവകൃപയാൽ എന്നെ ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്ന ഈ ശുശ്രൂഷയുടെ പ്രത്യേകത ഇത് വിശ്വാസത്തോടെ ആര് ഈ യേശു എന്ന ഈ സുവിശേഷം ആര് പറയുന്നു അവർക്ക് വേണ്ടി ഒരു ശക്തി വ്യാപരിക്കുക.
Oh, the secret behind this ministry of the gospel is that any man who declares Jesus is Lord and believes, oh, there is a power that comes into their ഓ life. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ സകല സാഹചര്യം നോക്കിയിട്ട് Look at all the circumstance in your life. എല്ലാ തടസ്സങ്ങളെയും നോക്കിയിട്ട് Look at all the obstacles. എല്ലാ പ്രശ്നങ്ങളുടെ മേഖലയും നോക്കിയിട്ട് Look at all the problem areas. വിശ്വാസത്തിൽ By faith, യേശുവേ എന്നൊന്ന് പറഞ്ഞാൽ, declare the name of Jesus. യേശുവേ കർത്താവേ എന്നൊന്ന് You പറഞ്ഞാൽ, declare Jesus, Lord Jesus. ഇതുവരെ അറിയാത്തൊരു ശക്തി, Hallelujah. Oh, power you have not felt before. എന്നെ ഇതിന് ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുകയാണ്. Oh, Paul said, I've been made a minister of this gospel. എന്നെ ഇതിന് ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുകയാണ്. Paul says, I have been made a minister of this gospel. ഈ അനുഗ്രഹത്തെ പ്രാപിക്കാൻ മാത്രമല്ല, Not just to receive the blessing ഇതിന് of this. ശുശ്രൂഷകനാണ് ഞാൻ. Oh, I am also a minister. ഞാൻ ആരെ നോക്കി ഒന്ന് ഇത് പറഞ്ഞാൽ, Hallelujah. That means that if I look at any person and declare this, ഇതുകൂടെ പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അവസ്ഥകളെ നോക്കി യേശുവേ കർത്താവേ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കും. not only if I look at only my life circumstances and declare Jesus is Lord, will this power work. Glory. പക്ഷെ ശുശ്രൂഷകനാക്കി വെച്ചാൽ, But if he has kept him as a minister, ഞാൻ എന്നെ മാത്രമല്ല ഞാൻ ആരെ നോക്കി hallelujah, not just for me, but when I look at any person, ഞാൻ ആരെ നോക്കി യേശുവിന്റെ നാമം പറയുന്നു, whoever I look at and say the name of Jesus over their life, oh, the power will start to move over their life. ശുശ്രൂഷകനാക്കി വെച്ചിരിക്കുന്നു. Hallelujah. Oh, I have been kept as a minister. Oh, hallelujah. ആരെ നോക്കി ഇത് പറയുന്നു? Oh, whoever I look at and I declare this മരിച്ചു message to. കിടക്കുന്ന ലാസറിന് ഹല്ലേലൂയ വിശ്വാസം ഉണ്ടോ എന്ന് പോയി ഡെഡ് ബോഡിയെ തട്ടി ചോദിച്ചാൽ അത് പറയത്തില്ല, കാരണം അത് മരിച്ചു പോയതാ. പക്ഷേ ഹല്ലേലൂയ ശുശ്രൂഷകൻ വന്നിട്ട് ഓ ജീവനെ കൽപ്പിച്ച, Yes, Lord. If you tap on Lazarus' dead body and declare if there's life, oh, there may not be, but when the minister of grace comes and declares life, it will come to life. Oh, hallelujah. Hallelujah. സുന്ദര എന്ന ദേവാലയത്തിന്റെ മുമ്പിൽ, In front of the temple of the beautiful gate, മുടന്തനായ ഒരുത്തൻ ഇരിക്കുന്നു. there was a lame man that was sitting in front of that. അവന്റെ മുമ്പിൽ പത്രോസും യോഹന്നാനും ചെന്ന് നിന്നു. In front of him, Peter and John stood before him. അവന് വല്ലതും ലഭിക്കുമെന്ന് പറഞ്ഞ് അവരെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. He was looking with an expectation that he would receive something. ഹല്ലേലൂയ. യോഹന്നാനും പത്രോസും അവനെ നോക്കിയിട്ട്, Peter and John looks at him. വെള്ളി പൊന്നും ഞങ്ങൾക്കില്ല, They say, we do not have gold or silver. ഞങ്ങൾക്കുള്ള ഒന്ന് തരാം. What we have, we will give to you. അയ്യോ മുടന്താ നിനക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചില്ല. They didn't ask, hey, lame man, do you have any faith? നീ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചില്ല. They didn't even ask him whether you will believe. He didn't even ask any questions. അങ്ങോട്ടങ്ങ് പറഞ്ഞു, Oh, just നീ without, വിശ്വസിച്ചാലും ഇല്ലെങ്കില് even if you believe or don't ഞങ്ങളുടെ believe, കയ്യിൽ ഒരു കാര്യം ഇരിപ്പുണ്ട്. we have something that's in our അത് hand. വെള്ളിയും പൊന്നും കൊടുത്താൽ കിട്ടത്തില്ല. Oh, it's not silver or gold. പക്ഷെ ഈ നാമം ഞങ്ങൾ പറഞ്ഞുണ്ടല്ലോ, But when we declare this name, ശുശ്രൂഷകരാക്കി വെച്ചിരിക്കുകയാണ്. oh, for this type of ministry, oh, if we declare this name over your life, even if you believe or don't believe, oh, your legs will stand power. Hallelujah. Your legs who could not stand will stand. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പട്ടണത്തെ നോക്കിയത് പറയാൻ, ഈ പട്ടണം നമ്മുടെ ഈ രാജ്യം വിശ്വസിക്കോ ഇല്ലയോ അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ നാമത്തെ നാം ഇവിടെ പറഞ്ഞാൽ, or declare over this land whether they believe or do not believe, or declare the name of Jesus over this very land. ശുശ്രൂഷകരായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു എന്ന് വിശ്വാസമുള്ളവർ യേശുവിന്റെ നാമത്തെ ഈ സ്റ്റേറ്റിന്മേൽ പറഞ്ഞാൽ, ഈ സിറ്റിമേൽ പറഞ്ഞാൽ, ഇതുവരെ ഉറയ്ക്കാത്ത ചിലത് ഉറയ്ക്കാം. ഇതുവരെ ഉറയ്ക്കാത്ത
Yes, Lord. Oh, those who believe and have a confidence that they have been appointed as a minister of this, declare the name of Jesus over the city. തലമുറകളെ നോക്കി കുഞ്ഞുങ്ങൾ അവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഹല്ലേലൂയ. പക്ഷേ എന്റെ മേൽ ഒരു ശുശ്രൂഷ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്തുവിന്റെ മർമ്മത്തിന് എന്നെ ശുശ്രൂഷകരാക്കി വെച്ചെന്ന് ഒരു ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ഇത് ചിലരെ നോക്കിയിട്ട് പറ, ഇത് ചിലതിനെ നോക്കിയിട്ട് യേശുവിന്റെ നാമം വിളിച്ചു പറ, ഒരു ശക്തി വ്യാപരിക്കാം. ഓ ആ ശക്തി എന്തെന്ന് ചോദിച്ചാൽ അളവറ്റൊരു ശക്തി. Oh, look at your generations, and if you have been appointed as a minister of this grace, when you declare the name of Jesus over your generations, future generation, oh, there is a power that will start to move. Oh, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തി ഇന്ന് പകൽ. Yes, അത് മൂവ് ചെയ്യട്ടെ, അത് വർക്ക് ചെയ്യട്ടെ, അത് വർക്ക് ചെയ്തു. ചിലരുടെ ജീവിതത്തിൽ അത് വർക്ക് ചെയ്തു. ഓ, ഈ ശക്തി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് പാതാളത്തിൽ ഇറങ്ങിച്ചല്ലോ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ ഈ ശക്തി വ്യാപരിച്ചു തുടങ്ങിയാൽ ഓ, ഉണങ്ങിയത് തളിർത്തു വരും, ഇല്ലാത്തത് ഉണ്ടായി വരും, മരിച്ചത് ജീവൻ വെച്ചു വരും. ഈ ശക്തിയുടെ പ്രത്യേകത ഇത് ജീവൻ വെപ്പിക്കുന്ന ശക്തിയാണ്. Oh, the effectiveness of this power is that wherever it goes, it may be dark, it may be without life, but wherever this power goes, it will bring life, it will create, it will do a new thing. Hallelujah. Hallelujah. Oh, എന്നിട്ട് അടുത്ത വാക്യം പൗലോസ് ഇങ്ങനെ പറയുക. The next verse Paul writes, സകല വിശുദ്ധരിലും among all the saints, ഏറ്റവും ചെറിയവനായ I am the very least, എനിക്ക്, though I am the least, ജാതികളോട് or to preach to the Gentiles ക്രിസ്തുവിന്റെ the unsearchable riches, അപ്രമേധാനത്തെക്കുറിച്ച്, or the unsearchable riches of Christ, or to preach that. Hallelujah. വിശുദ്ധരിൽ വെച്ച് ഏറ്റവും ചെറിയവനാ ഞാൻ. He says that I am the very least of all the saints. പക്ഷെ എന്റെ മേൽ ദൈവം ഒന്ന് തന്നിരിക്കുകയാണ്. But there is something that God has given to me. വലിയ വിശുദ്ധരുണ്ട്. There are many people who are very പക്ഷെ holy, അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യം ദൈവം എന്റെ കയ്യിൽ, but what could not be done through their hands, the Lord entrusted. ചെറിയവനായി എന്റെ കയ്യിൽ തന്നിരിക്കുകയാണ്. The Lord has entrusted this into my ജാതികളോട്. glory, 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 ക്രിസ്തുവിന്റെ glory. അപ്രമേധാനത്തെക്കുറിച്ച്. Oh, to the Gentiles to preach the unsearchable riches. Hallelujah. അപ്രമേധാനത്തെക്കുറിച്ച്. Oh, the unsearchable riches. Unsearchable riches. Hallelujah. The unsearchable. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ദൈവിക ധനത്തെക്കുറിച്ച് ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം എന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. Oh, glory. Oh, the riches that could not be found by the world. Oh, the Lord has appointed me to preach that. അപ്രമേധാനം അതിന്റെ ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിന്റെ എല്ലാത്തിലും രണ്ട് വേർഡുകളാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് അൺസെർച്ചബിൾ, ഒന്ന് ഇമ്മെഷറബിൾ. All the two words that's used in the English language is unsearchable and immeasurable. Hallelujah. Immeasurable ആയ, Oh, the immeasurable, unsearchable ആയ unsearchable, ദൈവിക richness Hallelujah. ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ എന്നെ ദൈവം, ഏറ്റവും ചെറിയവനായി എന്നെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഓ, ഇതുപോലെ ചില അപ്പോയിന്റ്മെന്റുകൾ ചെറിയ കാര്യമല്ല. അൺസെർച്ചബിൾ റിച്ച്നെസ്, ഓ ഇമ്മെഷറബിൾ റിച്ച്നെസ് വെളിപ്പെടുത്തുന്ന, To reveal this. ഓ വെളിപ്പെടുത്തുന്ന, Oh, to reveal the immeasurable riches, oh, that are in Christ. He takes the very least of the saints. Glory. ജാതികൾക്ക് Oh, to preach to the Gentiles. ക്രിസ്തുവിന്റെ Oh, the Christ, അൺസെർച്ചബിൾ the unsearchable Riches. riches, oh, that are hidden in Him. അൺസെർച്ചബിൾ റിച്ച്നെസിനെ കുറിച്ച് താഴോട്ട് പറയുന്നുണ്ട്. വാഴ്ചകൾക്ക്, അധികാരങ്ങൾക്ക്, ദൂതന്മാർക്കൊക്കെ മറച്ചു വെച്ചിരുന്ന Hallelujah. അൺസെർച്ചബിൾ റിച്ച്നെസ്. Hallelujah. The riches that was hidden, oh, to the powers, principalities, and all things. ഹല്ലേലൂയ. Glory.
ഇതിനെ വെളിപ്പെടുത്താൻ, Oh, to reveal this. ഇതിനെ വെളിപ്പെടുത്താൻ. Oh, to reveal this. ഇന്ന് ആരെങ്കിലും അതിനെ ഒന്ന് പ്രാപിക്കാൻ തയ്യാറുണ്ടോ? How many people are ready to receive that appointment? അന്വേഷിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ക്രിസ്തുവിന്റെ സമ്പന്നതയെ വെളിപ്പെടുത്താൻ. To find the തിരുവചനം എടുത്ത് അന്വേഷിച്ചാൽ, if you look through the scripture, ഇസ്രായേലിൽ പോയി അന്വേഷിച്ചാൽ, if you look in Israel, ലോകത്തിന്റെ അറ്റത്തോളം പോയി തപ്പി നടന്നാൽ, if you look and search to the ends of the earth, കിട്ടാത്തതായ, oh, there's nothing. Unsearchable, the unsearchable, hallelujah, immeasurable, the immeasurable, richness, richness, വെളിപ്പെടുത്തി കൊടുക്കാൻ, to reveal the immeasurable riches. എന്നെ ആക്കി വെച്ചിരിക്കുന്നു. The Father has appointed me. Yes, അതുകൂടെ പറഞ്ഞ അതിനെ അധികാരിയാക്കി വെച്ചിരിക്കുക. not just appointment but an authority over this. Hallelujah. Glory, glory. ഈ അൺസർച്ചബിൾ ക്രിസ്തുവിന്റെ അൺസർച്ചബിൾ റിച്ച്നെസ്സിന് ഹല്ലേലൂയ ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ എന്നെ ആരാക്കി വെച്ചിരിക്കുന്നു പൗലോസ് പറയുന്നത് കേൾക്കണോ? Do you want to hear who Paul says that he has been appointed to preach the measures? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:19. Ephesians 6 verse 19. ഈ സുവിശേഷത്തിന്റെ മർമ്മത്തെ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വെളിപ്പെട്ടു വന്ന സുവിശേഷത്തിന്റെ മർമ്മം, ഈ സുവിശേഷത്തിന്റെ മർമ്മത്തെ കുറിച്ച് പറയാ. ഞാൻ ചെങ്ങലകൾ ധരിച്ച് സ്ഥാനാദി അംബാസഡർ, ഞാൻ ഈ മർമ്മത്തിന്റെ ഈ അൺസർച്ചബിൾ റിച്ച്നെസ്സിന്റെ അംബാസഡറായി ചെറിയൊരു വ്യക്തിയായിട്ടല്ല ദൈവം ഈ ദൈവിക അധികാരത്തിൽ എന്നെ ആക്കി വെച്ചിരിക്കുന്നത്. ഈ അൺസർച്ചബിൾ റിച്ച്നെസ്സിന്റെ അംബാസഡറാക്കി ദൈവം എന്നെ വെച്ചിരിക്കുക. ജാതികൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കാൻ, ജാതികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ. ഇന്ന് ആരൊക്കെയാ ഇതിനായി ചോദിക്കുന്നത്? Here Paul says that he has been kept as an ambassador of this message, of this gospel, of the unsearchable riches in Christ. How many people are seeking to be an ambassador? ക്രിസ്തുവിന്റെ സമ്പന്നതയ്ക്ക് നിന്നെ അംബാസഡർ ആക്കി വെക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ദൂതറിയിച്ചാൽ അതിനെ ആത്മാവിൽ സ്വീകരിക്കുന്നവരുണ്ട്. അളക്കാൻ കഴിയാത്ത ദൈവിക സമ്പന്നതയിൽ അംബാസഡറാക്കി വെക്കുന്നത്. He has kept you as an ambassador. വിശുദ്ധന്മാരിൽ ഏറ്റവും ചെറിയവനാണ്. Paul says, I am the very least of all the saints. പക്ഷേ ദൈവത്തിന്റെ കൃപയായിട്ട്, but because of God's grace, എന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് the Father has kept me. ക്രിസ്തുവിന്റെ to preach Christ. Unsearchable richness-ന്റെ Hallelujah. ambassador ആയിട്ട്. as an ambassador of the unsearchable riches in Christ. ഇന്ന് പകൽ ഹല്ലേലൂയ ക്വാളിഫിക്കേഷൻ ദൈവം നോക്കുന്നില്ല. Hallelujah. Father does not look at any of your qualifications. ക്വാളിഫിക്കേഷൻ വെച്ച് നോക്കിയാൽ പൗലോസ് പറയണം വിശുദ്ധരിൽ വെച്ച് ഏറ്റവും ഉന്നതന് ദൈവം അത് കൊടുത്തതാ. പക്ഷെ പൗലോസ് പറയും വിശുദ്ധരിൽ വെച്ച് ഏറ്റവും ചെറിയവനായ എന്നെ ദൈവം ജാതികൾക്ക് ഇത് വെളിപ്പെടുത്തേണ്ടതിനാ, ജാതികൾക്ക് ഇത് വെളിപ്പെടുത്തേണ്ടതിനാ, ജാതികൾക്ക് ഇത് വെളിപ്പെടുത്താൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ ദൈവത്തിന് നിന്റെ പാസ്റ്റ് പ്രശ്നമല്ല, നിന്റെ പ്രസന്റ് പ്രശ്നമല്ല, നിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്നുള്ള വിഷയമല്ല. നിന്റെ ക്വാളിഫിക്കേഷൻ അവന് ആവശ്യമില്ല, നിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, മറ്റുള്ളവർ നിന്നെ കുറിച്ച് പറയുന്ന അഭിപ്രായം ദൈവത്തിന് ആവശ്യമില്ല. ജാതികൾക്ക് നീ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ, നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്നെ അംബാസഡറാക്കി വെക്കുന്ന
Hallelujah. Hallelujah. If Father has chosen you as an ambassador of the unsearchable riches in Christ, then He does not have to look at your background, your failures, your past. Even others may look at you and may make mockery of you, but He does not look at that. He has kept you as an ambassador of the unsearchable riches in Christ. വീക്ക്നെസ് ദൈവത്തിന് പ്രശ്നമല്ല. Your weakness is not a problem for Him. Hallelujah. Glory, glory. നിന്റെ പ്രായം പ്രശ്നമല്ല. Your age is not an issue for Him. Yes, Lord. എനിക്കൊരു വീക്ക്നെസ് ഉണ്ട്. Moses said, I have a weakness. നീ എന്നെ നിനക്ക് പകരം എന്നെ ആക്കി വെച്ചാൽ, if you keep me as another for you, ഞാൻ എങ്ങനെ സംസാരിക്കും? how will I speak? ഞാൻ എങ്ങനെ സംസാരിക്കും? ഞാൻ വിക്കുള്ളവനല്ലേ? I'm a man with a stammering tongue. How can I speak? ഞാൻ വിക്കുള്ളവനല്ലേ? I'm a man that murmurs. നീ How can I speak? പറയുന്നത് എങ്ങനെ ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുക? How can I convey to another person what you speak to me? ഹല്ലേലൂയ. Glory. ദൈവിക അപ്പോയിന്റ്. Glory. Yes, Lord. നിനക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ? നിനക്ക് കഴിവുണ്ടോ ഇല്ലയോ? നിനക്ക് നടക്കാൻ പറ്റുമോ ഓടാൻ പറ്റുമോ? ഇതൊന്നും ദൈവത്തിന്റെ വിഷയമല്ല. ഹല്ലേലൂയ. ദൈവം പറയും, മോശേ നിനക്ക് സംസാരിക്കാൻ വയ്യെങ്കിൽ നീ വടി നീട്ടി കാണിച്ചാ മതി. ആ വടി നിനക്ക് വേണ്ടി പ്രവർത്തിച്ചോളാം. നിനക്ക് സംസാരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ ആളിനെ ആക്കി വെക്കാം നിന്റെ കൂടെ. ഹല്ലേലൂയ. നിനക്ക് സംസാരിക്കാൻ, നിനക്ക് എന്നെ വെളിപ്പെടുത്താൻ പറയാൻ പറ്റത്തില്ലെങ്കിൽ റാബാഷ് നീ വടി കൊണ്ടുവന്ന് ഇട്ട് കാണിച്ചു കൊടുക്ക. ആ വടി പറയോ നീ ആരെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാം. നിന്നെ ഞാൻ സ്ഥാനാധിപതിയാക്കി വെച്ചിരിക്കുന്നത് നിന്റെ കയ്യിലിരിക്കുന്ന വടി മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. If Moses says that he could not speak and convey what God has told him, God would say to Moses, demonstrate by throwing down that rod into the midst of that, and through that people will believe. That's exactly what Moses says. Moses says he's a man of a stammering tongue. He has a thick tongue. He's not qualified for this. You better choose someone else. If someone asks me who sent you, how will I answer to that question? How will I say an answer to that question? How will I say even who you are? Hallelujah. Hallelujah. Oh, Moses, you do not need to answer any questions. Just put down that staff that's in your hand. Hallelujah. Hallelujah. Oh, that staff will become a serpent. Oh, you grab it by the tail. Oh, it will become a staff in your hand. Oh, when they see this will believe. When they see that, they will believe the appointment. Oh, at that point they will recognize who sent you. Hallelujah. If they don't believe, you put your hand into the heart. Oh, you do not have to speak. Yes, അപ്പോൾ അവർ വിശ്വസിക്കാം നിന്റെ മേലുള്ള ദൈവിക അപ്പോയിന്റ്മെന്റ് എന്നത്. You do not have to speak, Moses. Oh, just put your hand into your coat and take it out, and when they see that, they will surely recognize you were appointed. Hallelujah. പ്രസംഗിക്കാൻ കഴിവില്ല, വേണ്ട. പക്ഷേ ഒരു അപ്പോയിന്റ്മെന്റ് നിന്റെ കയ്യിൽ അത് എങ്ങനെ വേണമെങ്കിലും ജാതികൾക്ക് വെളിപ്പെടുത്താൻ. Oh, you do not know how to preach, that's okay. If an appointment has been given to you, then it's to preach and to reveal Christ. Oh, hallelujah. അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. Oh, in order to reveal Christ. Hallelujah. ഒരു ശക്തിയുണ്ട്. Oh, there is a power that's standing ready. ശക്തി വ്യാപരിക്കുക. Oh, when that power starts to move. Oh, as the power starts to move. ശക്തി വ്യാപരിക്കുമ്പോൾ സകലരും തിരിച്ചറിയാം. Oh, when that power starts to move, the world will see. Oh, there is a power. Oh, it's moving in the midst of the body. നിന്നെ ആരെന്ന് വെളിപ്പെടുത്തുന്ന അപ്പോയിന്റ്മെന്റുകൾ, നിന്റെ മേലുള്ള ശുശ്രൂഷകൾ ജാതികൾക്ക്
വെളിപ്പെടുത്തുന്ന Hallelujah. Power that ദൈവിക reveals. ശക്തി. Oh, power that reveals you to the Gentiles. Rabba Shabba Rabba. Power that reveals you to the nations. Reveals your ministry. Rabba Rakanya. Ura dere 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 dere. Ura gada dura dura dura. Buddha manayole. പൗലോസ് പറയുകയാ, Prekoriantai. ഞാൻ ഈ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാ. Oh, I am revealing this Christ. അതെന്റെ പ്രസംഗത്തിന്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല, It is not because of the words of wisdom in my വശീകരണ preaching. വാക്കുകൾ കൊണ്ടല്ല. It is not because of empty words. ഹല്ലേലൂയ. ഞാൻ അങ്ങോട്ട് ചെന്നിരിക്കുമ്പോൾ Oh, when I stand there, യേശു എന്ന് പറയുമ്പോൾ when I declare ഒരു Jesus, demonstration ഉണ്ടാകാം. oh, there's something special that takes ഒരു place. പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടുക. Hallelujah. വശീകരണ വാക്കുകൾ പറയണ്ട, ജ്ഞാനത്തിന്റെ വാക്കുകൾ പറയണ്ട. എന്റെ മേൽ ഈ അപ്പോയിന്റ്മെന്റ് കിടക്കുന്നത് കൊണ്ട് ഞാൻ യേശു, ക്രൂശിക്കപ്പെട്ട യേശു എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവിന്റെ ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ. ഓ റാബ Oh, when I go there, I do not need to speak with words of wisdom or empty words. Oh, but because of this appointment, when I speak Jesus crucified, Christ crucified, oh, there is a power that starts to move there. Hallelujah. പറഞ്ഞത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുന്നു. That's why in the Corinthians he writes that he chose not to know anything among them except for Christ crucified. ഞാൻ വചനത്തിന്റെ പ്രാഗൽഭ്യത്തോടെ അല്ല നിങ്ങളുടെ ഇടയിൽ വന്നത്. I did not stand before you with education from the knowledge of the word. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ കൊണ്ടാ വന്നത്. Hallelujah. I came with Christ crucified. Yes, Lord. അതുകൊണ്ട് തന്നെ Because of that, yes, Lord. Hallelujah. That is why my preaching. ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല. Oh, it's not words of wisdom. ഒന്നുകൂടെ പറഞ്ഞേ, എനിക്ക് ചൊവ്വെ പ്രസംഗിക്കാൻ അറിയത്തില്ല. He was saying, I do not know how to preach well. ആൾക്കാരൊക്കെ പറയുന്നത് പോലെ വലിയ വിസ്ഡത്തിന്റെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്ത് പ്രസംഗിക്കാൻ അറിയത്തില്ല. പൗലോസ് പറയും, ക്രൂശിക്കപ്പെട്ടവനായ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഡെമോൺസ്ട്രേഷൻ വെളിപ്പെടാം. അത് ആത്മാവിന്റെ ശക്തിയുടെ അത് വെളിച്ചപ്പാടൊക്കെ നോക്കിയാൽ അവളിൽ നിന്ന് ദുരാത്മാവ് പറന്നു പോകുന്നത് കാണാം. അത് മുടന്തനെ നോക്കിയാൽ അവൻ ചാടി എഴുന്നേൽക്കുന്നത് കാണാം. ഹല്ലേലൂയ. ഓ, ഞാൻ കൈവച്ചാൽ ഹല്ലേലൂയ ശക്തി വ്യാപരിക്കും. ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകാം. ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകാം. ഓ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ആരെന്ന് നിന്റെ ജോലി സ്ഥലത്ത് നിന്നെ താഴ്ത്തിക്കെട്ടാൻ നിൽക്കുന്ന ചില മേഖലകളിൽ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് തട്ടിയേറിയാൻ നിൽക്കുന്ന ചില മേഖലകളിൽ വാക്ക് പറയണ്ട. പഠിച്ച ജ്ഞാനത്തിന്റെ പറയണ്ട. Not when you have to say ക്രൂശിക്കപ്പെട്ടവനായ എന്റെ യേശു എന്നൊരു വാക്ക് പറഞ്ഞാൽ Jesus was crucified. Yes, Lord. Yes, Lord. In the temple with the beautiful gate. Glory. They did not say 1 hour of preaching. They said one thing. Glory. They said in the name of Jesus. Oh, he is able to save. Oh, Jesus is able. Hallelujah. ഒരു മണിക്കൂർ കഴിഞ്ഞില്ല. Oh, it was not after a whole hour. പരീശന്മാരും പുരോഹിതന്മാരും എല്ലാം ചേർന്ന് വരാൻ തുടങ്ങി. അവർ വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. Oh, the Pharisees and Sadducees arranged a big meeting of what took place. ഒന്നും പ്രസംഗിച്ചില്ല. Peter and John did not preach a big message. അവർ ഒരു മുടന്തന്റെ അടുത്ത് യേശുവിനെ തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. All they did was they went to the lame man and said, we give you Jesus. Oh, before the end of that day, അധികാരികൾ ഒരുമിച്ച് ചേർന്ന് വരികയാണ്.
Oh, the religious authorities are gathering to them. Oh, they are wondering, who are these two? ഇവർക്ക് എവിടെന്നാ ഈ പവർ? Oh, where did these come from? Where did they get the power? ഇവരെ ആരാ ഇതിന് അപ്പോയിന്റ് ചെയ്തത്? Who appointed them to do this work? ഇതുവരെ സംഭവിക്കാത്തത് ഇവരിൽ നിന്ന് സംഭവിക്കുന്നു. Oh, some things that have not been done through men are happening through these two. പരീശന്മാർ, The Pharisees, ശാസ്ത്രിമാർ, oh, the religious leaders, പുരോഹിതന്മാർ, oh, yes, the സന്നിധി priests, സംഘം മുഴുവനും oh, the whole Sadducean court. ഒരുമിച്ച് ചേർന്നിരിക്കുക. Oh, they're conducting a big gathering. ഒരു വാക്ക് പ്രസംഗിച്ചില്ല. Oh, they didn't speak a big message. അവർ ഒറ്റ കാര്യം പറഞ്ഞതേ ഉള്ളൂ. They only declared one thing. യേശു, Jesus, glory. യേശു, Jesus, yes. ഹല്ലേലൂയ, Yes, Lord. ഹല്ലേലൂയ. Yes, Lord. യഹൂദന്മാരുടെ സന്നിധി അധികാരികൾ മുഴുവൻ ഒരുമിച്ച് കൂടി. The authorities of the Sanhedrin all gathered together. എന്നിട്ട് അവർ പറയുന്നത് ഇങ്ങനെയാ, Oh, that they asked this. ഇവർ മീൻപിടുത്തക്കാരല്ലേ? Aren't these just fishermen? ഇവർക്ക് ഇവിടെ നിന്നാ ഈ വിസ്ഡം? Where did they receive this wisdom? ഇവർക്ക് ഇവിടെ നിന്ന് ഈ അറിവ് ലഭിക്കുന്നു? Where did they get this training? ഇവരിൽ എവിടെ നിന്ന് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു? How can these miracles happen through their നമ്മൾ hands? ഇത് മുഴുവൻ പഠിച്ചതല്ലേ? Did we not study this front and back? നമുക്കിതില്ല. Oh, how come we cannot? പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് ഇത് കിട്ടുന്നു? Where did they get this? ഒറ്റ Glory. കാര്യമേ ഉള്ളൂ. Oh, there is only one thing. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി Oh, to those that believe. വ്യാപരിക്കുന്ന ഒരു ശക്തി. Oh, there is an immeasurable power that is moving. Oh, there is an immeasurable power. അത് ജാതികൾക്ക് വെളിപ്പെടുത്താൻ തയ്യാറാണെങ്കിൽ, Oh, if you are prepared to reveal that to the Gentiles. അംബാസഡർ ആക്കി വെക്കുന്ന, Oh, the Father has appointed you as an ദൈവിക ambassador. സമ്പന്നതയുടെ അംബാസഡർ. Oh, the ambassador of the unsearchable riches. Unsearchable richness in ambassador. Oh, an ambassador of the unsearchable riches. പൊസിഷനുകൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നു. Oh, there is a shift in position. പൊസിഷനുകൾ ചേഞ്ച് ചെയ്യാൻ Oh, പോകുന്നു. shift. ദൈവിക അപ്പോയിന്റ്മെന്റിലേക്ക് ചിലരെ കേട്ടാൻ പോകുന്നു. ആത്മീയ തലത്തിൽ നിന്റെ ജോലിപരമായത്, എഡ്യൂക്കേഷൻ മേഖലയിൽ, നിന്റെ ഫൈനാൻസ് മേഖലകളിൽ, നിന്റെ മാന്യതയുടെ മുകളിൽ പൊസിഷനുകൾ ചേഞ്ച്. Oh, there is a position change. Oh, change in positions. പൗലോസ് പറഞ്ഞതുപോലെ സാക്ഷ്യം പറയാൻ ചിലർ തയ്യാറായിക്കോ. Oh, just as Paul testified, some of you prepared to testify. എന്നേക്കാൾ വലിയ വിശുദ്ധന്മാരുണ്ട്. Oh, there are many saints that are greater. ചെറിയവനായി എന്നെ, Oh, but the least of them, അംബാസഡറായി അപ്പോയിന്റ് ചെയ്തു. He has appointed me as an ambassador. ഇതുപോലെ സാക്ഷ്യം പറയാൻ Oh, to declare a എന്നേക്കാൾ testimony. വലിയവരുണ്ട്. Oh, there is someone who is great. എന്നേക്കാൾ ഉന്നതരുണ്ട്. Oh, there are people who are smarter. ജ്ഞാനികളുണ്ട്. There are people who are പക്ഷേ wiser. ഏറ്റവും ചെറിയവനായി എന്നെ But He took the least of them. ദൈവം Me. അപ്പോയിന്റ് ചെയ്തത്. Father has appointed. വരും ദിവസങ്ങളിൽ സഭയ്ക്കകത്ത് സാക്ഷ്യം Hallelujah. In the coming days there be testimony. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ Over those who are watching online. In the name of Jesus. അപ്പോയിന്റ്മെന്റ്, let that appointment go. അൺസർച്ചബിൾ ആയിട്ടുള്ള The unsearchable things. റിവീൽ ചെയ്യാനുള്ള Things that are hidden. സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്, Special appointments. ചില അൺസർച്ചബിൾ കാര്യങ്ങൾ Hallelujah. Some things Reveal that, ചെയ്യാൻ. to reveal. റിവീൽ ചെയ്യാൻ. ഇത് നിതിൻ പറഞ്ഞതുപോലെ ചിലർ 2 വർഷം സെർച്ച് ചെയ്തിട്ട് Some people, like Nitin said, search for 2 years. അത് വർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. The thing could not be solved. അതിന്റെ പ്രോബ്ലം കണ്ടുപിടിക്കാൻ Couldn't കഴിഞ്ഞില്ല. identify the problem. പക്ഷേ ഒരു ശക്തി വ്യാപരിച്ചപ്പോൾ, But when a power started to move, yes, Lord. 2 വർഷം Yes, Lord. സെർച്ച് ചെയ്തത് 2 years. അവർക്ക് നടക്കാത്തത് What they searched നടന്നെങ്കിൽ ഇത് വിശ്വസിച്ചു. സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കാത്ത കാര്യങ്ങള് അനേകർ സെർച്ച് ചെയ്തിട്ട് many people റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്ത കാര്യങ്ങളുടെ they could not find a solution. ഒരു സ്പെഷ്യൽ അപ്പോയിന്റ്മെന്റ്. ഉന്നതർ സെർച്ച് ചെയ്തിട്ട് The wise men searched. റിസൾട്ട് ഉണ്ടാക്കാൻ They കഴിയാത്തത് could not provide a result. നിന്റെ മേലുള്ള ദൈവിക അഭിഷേകത്തെ Let the anointing that is upon you. റിസൾട്ട് ഉണ്ടാകാൻ Release that result. Tabaraba. Ebe rekordia dies.
Ora Sayanda Imbrelo. Sayala Barabos. Reko അത് ജാതികൾക്കാണ്. Oh, the nations will അത് see it. ജാതികൾക്കാണ്. The nations will see it. എന്നിട്ട് പറയും ഇത് യേശുവിനാൽ സംഭവിച്ചു. Oh, and they will say this has to be ജാതികളെ done ഈ by. വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ. Oh, this will bring the nations to the light. അത് പ്രസംഗത്തിൽ മാത്രമല്ല, ഇതിന്റെ ജോലിയിൽ ഒന്ന് സംഭവിച്ചാൽ ജാതികൾ ചോദിക്കാം. Oh, not just in the preaching, but when it happens in your place of work, the nations will question how. ഹല്ലേലൂയ. ജാതികൾ ചോദിക്കും ഇതെങ്ങനെ സംഭവിച്ചു. Oh, the people will ask, how did this happen? സെർച്ച് ചെയ്തിട്ട് നടക്കാത്തത്. The things that we tried to find a solution for with നിനക്ക് human. വെളിപ്പെട്ടത് എങ്ങനെയാ? How did this happen and how did you get the answer? കാര്യം പറഞ്ഞാൽ അത് Oh, യേശു. just declared one thing to them. ഇത് പറയുമ്പോൾ When you say Jesus, വിശ്വസിക്കാത്തവരാണെങ്കിൽ Even if അവരുടെ they do മേൽ not- ഒരു ശക്തിയെ പകരാൻ. hallelujah, even if they do not believe, there is a power that starts to move upon them. Rekoria dais bai, ula bais bebe bere bere bara. അവർ വിശ്വസിക്കണ്ട, പക്ഷേ നിന്റെ മേലുള്ള അപ്പോയിന്റ്മെന്റ് ഇത് വെളിപ്പെടുത്തുക. Hallelujah. ഇത് വെളിപ്പെടുത്തുക. Hallelujah. ഓ, അവരുടെ കണ്ണുകളെ തുറക്കാം. Their eyes will come open. Oh, the nations. Unsearchable Oh, riches. the unsearchable riches. Reveal ചെയ്യാനുള്ള special authority. Hallelujah. യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പകരുന്നു. The unsearchable riches of Christ. Oh, that authority is being imparted upon every person. Ambassadors, ambassador Brightoi, ambassador Tiaradai, യോനയുടെ പടകിന്റെ നേരെ, യോന പോയ കപ്പലിന് നേരെ വലിയ കാറ്റടിച്ചു. Oh, there was a great wind that blew against the ship that Jonah traveled on. ഹല്ലേലൂയ. അവർ ചീട്ടിട്ട് നോക്കി ഇത് ആരാണ്. They cast lots and they tried to figure out who is it. അവർ യോനെ പൊക്കിയെടുത്തോണ്ട് വന്നു. Oh, they picked up Jonah. ഹല്ലേലൂയ. ഞങ്ങൾ ചീട്ടിടുമ്പോൾ നിന്റെ പേരാ വരുന്നത്. When we put down the cast, your name came up, നീ Jonah. ആരാകുന്നു? Who are you, Jonah? യോന പറഞ്ഞു, Jonah said, സ്വർഗത്തിന്റെയും ഭൂമിയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തെ സേവിക്കുന്നവനാ ഞാൻ. I am the one who serves the God who created the heavens and the earth. അതിന് അവൻ അവരോട് ഞാനൊരു എബ്രായൻ, He says, I am a Hebrew. കടലും കരയും The sands. ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. Hallelujah. I fear the Lord, the God of heaven, who made the sea and the dry land. ഹല്ലേലൂയ. Hallelujah. യോനയുടെ ഉത്തരം എന്തുവാ? What was Jonah's answer? ഞാൻ ഇന്ന പട്ടണത്തിൽ വരുന്നു, ഞാൻ ഇന്നടുത്ത ആളാണ്, ഞാൻ ഇന്ന കുടുംബത്തിലെ എന്റെ കുടുംബ പേരും അറിയാമോ? ഇതൊന്നുമല്ല Glory, പറഞ്ഞത്. glory. യോന ഒറ്റ വാക്ക് Hallelujah, പറഞ്ഞു. glory. യോന ഒരാളെ കുറിച്ച് Hallelujah. പറഞ്ഞു. ആ Hallelujah. ആളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആ ഷിപ്പിന്റെ അകത്തുള്ള എല്ലാ ജാതികളാ. Hallelujah. പക്ഷെ യോന ഈ കാര്യം പറഞ്ഞത് Hallelujah. കാരണം യോനയുടെ മേൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ജാതികൾക്ക് ഈ ദൈവത്തെ വെളിപ്പെടുത്താനാണ്. അതിന്റെ അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചിട്ടാണ് യോന വേറെ കപ്പൽ കയറി പോയത്. പക്ഷേ Hallelujah. ഏത് കപ്പൽ കയറി പോയാലും Yes, Lord. നിന്റെ മേളിൽ കിടക്കുന്ന Yes, അപ്പോയിന്റ്മെന്റ് Lord. Yes, Lord. ഏത് വഴി കൂടെ നീ പോയാലും നിന്റെ മേളിൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ജാതികൾക്ക് ദൈവത്തെ വെളിപ്പെടുത്താനാ. അത് നീ ആ കപ്പലിൽ ഇരുന്നു കൊണ്ട് സ്വർഗീയ ദൈവമായ യഹോവയെ ഞാൻ ഭജിക്കുന്നു എന്ന ഒറ്റ വാക്കിന്റെ അകത്ത് ആ കപ്പലിലെ സകലത ഈ ദൈവത്തെ വെളിപ്പെട്ടു. Oh, as Jonah was given this appointment and was supposed to travel to another place, even in his mistake, he was brought into this ship. And when he declares he is not from a certain city, but all he answers to this question is, I'm a Hebrew. I fear the Lord, the God of heaven and earth. Oh, the power that was behind this appointment starts to change the nations who do not believe in them. യോന പ്രസംഗിച്ചോ? Did Jonah preach? ഇല്ല. No, he did not. ഇത് യോനയുടെ സുവിശേഷ സ്ഥലമാണോ? അല്ല. This was not the appointed place for him to even preach on that ship. Oh, they were traveling on a ship. യാത്രകളുടെ അകത്ത് ദൈവപ്രവൃത്തിയെ വെളിപ്പെടുത്താം. Oh, in order to reveal the works of God among this travel. In the travels, yes. In the travels. Oh, to reveal Christ in your travels. അത് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടി പോകുകയാണ്. Oh, he was running to try to hide from God.
പ്രസംഗിക്കാൻ വയ്യാത്തത് കൊണ്ട്, because he cannot preach the message, നിനവെ പോയി പ്രസംഗിക്കാൻ വയ്യാത്തത് കൊണ്ട്, because he cannot go to Nineveh and preach the message God had ദൈവം given him. അറിയാതെ ഒളിച്ചു വേറെ വഴിക്ക് He പോയി. was trying to hide from God and go to another പക്ഷെ place. നീ ഏത് വഴിക്ക് പോയാലോ, But no matter which way you try to run, മേളിൽ ദൈവം ഇട്ട അപ്പോയിന്റ്മെന്റ് oh, the appointment that Father has placed upon you, ജാതികൾക്ക് വെളിപ്പെടുത്താൻ, oh, to reveal to the nations. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ഇത് പ്രസംഗിക്കുന്ന വേദിയോ ഞായറാഴ്ച ചർച്ചോ അല്ല. Oh, this is not a Sunday that we preach. പക്ഷെ മേളിൽ കിടക്കുന്ന അപ്പോയിന്റ്മെന്റ് ഉണ്ടല്ലോ. Oh, but the appointment that is upon us. ഹല്ലേലൂയ. അത് പ്രസംഗിക്കുന്നില്ല. ഒരു കാര്യം പറഞ്ഞോളൂ, ഞാൻ ആരെയാ സേവിക്കുന്നത്. Oh, he just says who he serves. Jonah said. സംഭവിച്ചത് ആ കപ്പലിലുള്ള സകലരോ, oh, everyone, യഹോവയ്ക്ക് യാഗം കഴിച്ചു. all those who were on that ship sacrificed to അവർ the Lord. യഹോവയെ Hallelujah. അത്യന്തം Hallelujah. ഭയപ്പെട്ടു. യഹോവയ്ക്ക് യാഗം കഴിച്ചു, നേർച്ചകൾ നേർന്നു. ഓ, അപ്പോയിന്റ്മെന്റ് എന്തുവാ? ജാതികൾക്ക് ദൈവത്തെ വെളിപ്പെടുത്താൻ. നിന്റെ കപ്പൽ യാത്രയ്ക്കകത്ത് നീ ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞു ഓടുന്ന വഴിക്ക് നീ ആ ദൈവത്തെ സേവിക്കുന്നതെന്നൊന്ന് പറഞ്ഞ, ഓ, ജാതികൾ യഹോവയ്ക്ക് യാഗം കഴിക്കാൻ. Yes, Lord. Even though your appointment was to preach the gospel or to a different people, even as you're running and hiding from what the Lord has given you, when you declare that the Lord who made the heavens and the earth is who you serve, oh, the people that were not supposed to know will come to fear the Lord and offer a sacrifice unto the Lord. ഇന്ന് പകൽ നീ അപ്പോയിന്റ്മെന്റ് സ്വീകരിച്ചാൽ, Oh, today if you receive that ഓ, appointment, നിന്റെ ജോലി സ്ഥലത്ത് പോയി നിന്ന് oh, even if you യേശുവേ എന്ന് വിളിച്ചാൽ, when you call Jesus, കോളേജിൽ പോയി നിന്ന് യേശുവേ എന്ന് നിന്റെ ഫ്രണ്ട്സ് കേൾക്കുമെന്ന് പറഞ്ഞാൽ, even if you declared the name of Jesus to your നീ friends, ഷോപ്പിങ്ങിന് പോകുന്നിടത്ത് നിന്ന് യേശുവേ കർത്താവേ എന്ന് പറയുന്ന ആരെങ്കിലും ഒന്ന് കേട്ടാൽ, when you go to the places to shop and you declare Jesus is Lord over this place, ഒരു ശക്തിയുടെ ഡെമോൺസ്ട്രേഷൻ ഉണ്ടാകും. oh, then the power is ready to ഒരു demonstrate. പരിശുദ്ധാത്മാവിന്റെ ഡെമോൺസ്ട്രേഷൻ There is a ഡെമോൺസ്ട്രേഷൻ എന്നത് ജാതികളായവർ യഹോവയ്ക്ക് യാഗം കഴിച്ചു. ഓ, യഹോവയെ അത്യന്തം ഭയപ്പെട്ടു. Oh, the Gentile nation feared the Lord and worshipped him through a sacrifice. ജാതികളെ ഭയപ്പെടുത്തുന്ന, Oh, to fear, ജാതികളെ യഹോവയെ ഭയത്തിലേക്ക് കൊണ്ടുവരുന്ന, oh, to bring the nations to the fear of the Lord. A demonstration. യേശുവേ കർത്താവേ എന്ന് വിളിച്ചാൽ, As you declare Jesus is Lord, യേശുവിന്റെ വെളിച്ചമാണെന്ന് പറയുമ്പോൾ, when you declare that Jesus is the light of your life, oh, there is a power that starts to move. Oh, there is a power that starts to move through your life. About the power of God. unsearchable richness The unsearchable riches. ambassadors ഇതിനകത്ത് എഴുന്നേൽക്കുന്നു. Oh, let them arise. Let the ambassadors rise. Oh, the ambassadors are rising. Rasuriandai. Rukaniantai is mini hayas be. ഈ ദൈവിക അപ്പോയിന്റ്മെന്റ് അത്ര In this heavenly appointment, പൗലോസ് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്നറിയാം. do you know how Paul was moving in this? ഹല്ലേലൂയ. പൗലോസ് യോന പോയത് കണക്കല്ല പോകുന്നത്. Paul did not go as Jonah went. യോന പോയിട്ട് തിരിച്ചു വന്നു. Jonah left and came back. പക്ഷെ പൗലോസ് പറയും, ദൈവ കൃപാദാനത്താൽ എനിക്കിത് ലഭിച്ചു. Paul says he received this by the gift of God's എന്നെ grace. അൺസർച്ചബിൾ റിച്ച്നെസ്സിന് അംബാസഡർ ആക്കി He വെച്ചിരിക്കുക. kept me as an ambassador of the unsearchable riches that are in Christ. ഓ, ഞാനല്ല, എനിക്ക് വേണ്ടി ഈ ദൈവശക്തി പ്രവർത്തിക്കും. Oh, not I have to do the work, but there is a power that stands ready to do the work. പക്ഷെ ഞാൻ ഇതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്, How do I continue to remain in this? ഹല്ലേലൂയ, ഞാൻ ഇതിന്റെ അകത്ത് ഞാൻ ചലിക്കുന്നത്, How do I move in the midst of this unsearchable riches? ഞാൻ ഇത് പറയുമ്പോൾ ശക്തി വ്യാപരിക്കും. When I declare, the power starts to move. ദൈവകൃപയാൽ എനിക്ക് ഇത് കിട്ടി. I receive this by God's grace. കിട്ടിയതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. How do I handle or maintain what has been given into my hands? ഹല്ലേലൂയ. നമുക്കൊരു ജോലിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. For a job, we received the appointment. നമ്മൾ ആ ജോലിക്ക് കയറി We started to do the work. ആ വർക്കുകൾ ചെയ്യുന്നു. We're doing the work for that ആ job. വർക്കിൽ എന്നും സ്ഥിരപ്പെട്ട് നിൽക്കണമെങ്കിൽ In order for you to remain in that position, ചിലത് നമുക്കുണ്ടാവണം. there must be some things that happen for you. ഹല്ലേലൂയ. ആ ഒരു കാര്യത്തെ ഈ പൗലോസ് പറഞ്ഞത്,
എനിക്കിത് ദൈവകൃപാദാനത്താൽ ലഭിച്ചു. That's what the Apostle Paul is writing. I received this through the ദൈവശക്തി grace വ്യാപരിക്കും. or the working power of God. പക്ഷെ ഞാൻ ഇതിനെ കീപ്പപ്പ് ചെയ്യുന്നത്, How do I maintain in this? ഞാൻ ഇതിനെ ഹോൾഡ് ചെയ്യുന്നത് How do I hold this? എങ്ങനെയാന്നുള്ളത്, How do I do that? ഞാൻ ചെങ്ങലകൾ അണിഞ്ഞ്, Glory. ഞാൻ ചെയിൻസ് ധരിച്ച്, Oh, ചെങ്ങലകൾ അണിഞ്ഞ്, with wearing the chains. ഹല്ലേലൂയ, ഞാൻ Hallelujah. ചെങ്ങലകൾ അണിഞ്ഞ്, ഞാൻ എങ്ങനെ ഇതിന് സേനാധിപതിയായിരിക്കുന്നത്, How was I kept എങ്ങനെ ഞാൻ as ഇതിന് അംബാസഡർ ആയിട്ടിരിക്കുന്നത്. how was I kept as an ambassador of this? എഫെസ്യർ 6:19 6:20, verse 20. ഞാൻ ചെങ്ങല ധരിച്ച് അംബാസഡറായി സ്ഥാനാധിപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം. അപ്പോൾ എന്നെ മതി, ഹല്ലേലൂയ. അപ്പോൾ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ, ഹല്ലേലൂയ, ഇതിൻ്റെ അംബാസഡറായിട്ടാണ്. I was kept as an ambassador of this gospel. ഹല്ലേലൂയ. ഇത് ജാതികൾക്ക് വെളിപ്പെടുത്താനാ, In order to reveal this to the Gentiles. പക്ഷേ എനിക്ക് ലഭിച്ച ഈ അപ്പോയിന്റ്മെന്റ് ഞാൻ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? Hallelujah. Do you know how I carry this appointment with me? Yes, Hallelujah. Father. Glory. ചെങ്ങലകൾ In അണിഞ്ഞ. chains. Hallelujah. നമുക്കൊരു ജോലി കിട്ടിയിട്ട് എൻ്റെ എനിക്ക് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും, ഇങ്ങനല്ല. ഹല്ലേലൂയ. എനിക്ക് ഒരു ജോലി കിട്ടിയാൽ അപ്പോയിൻമെന്റ് കിട്ടി, ആ ജോലിയിൽ എനിക്കൊരു പൊസിഷനുണ്ട്, അവിടെ ചെയ്യാനറിയാം, അത് ചെയ്യുമ്പോൾ സക്സസ് ആവുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന അത് ചെയ്യാൻ ഒക്കത്തില്ല. If we receive a job, we cannot follow according to our own wish. നിലനിൽക്കണമെങ്കിൽ, In order for us to remain in that position, ഹല്ലേലൂയ, എങ്ങനെയെങ്കിലും ചെയ്താൽ ഒക്കത്തില്ല. you cannot just do it however you want to do. വിശ്വസ്തത വേണം. You must have a faithfulness in your job. കാര്യത്തെ പെർഫെക്റ്റ് ആയി ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. You must have a mind to do it perfectly. ഹല്ലേലൂയ. ഇങ്ങനെ ഹല്ലേലൂയ നമ്മുടെ ഒരു ഫെയ്ത്ത്ഫുൾനെസ് എപ്പോഴും അതിലുണ്ടാകണം. There must be a faithfulness of how you handle the responsibility. We must have a great passion for that job. ഹല്ലേലൂയ. പൗലോസ് ഇതിനെ എല്ലാത്തിനും കൂടി ചേർത്ത് പറയാൻ ഞാൻ ചെങ്ങലകളാണ്. Hallelujah. Paul summarizes all this, sums this up into one word. He says, in chains. ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിനെയാ. I am preaching this Christ. ഹല്ലേലൂയ. ജാതികൾക്ക് വെളിപ്പെടുത്തുകയാ. I am revealing this to the Gentiles. ക്രിസ്തു ഞാനും കൂടെ പോന്ന പോക്കാ പറയുന്നത്. But he's saying this journey that I am with Christ. Hallelujah. I am traveling in these chains. ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. Hallelujah. Oh, that says that these chains cannot break me from Christ. എന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ട് പോകാൻ ഒക്കത്തില്ല. Oh, you cannot break me and carry me. ചെങ്ങലകൾ അണിഞ്ഞു സേവിക്കുകയാ. Because I am serving him in chains. ഹല്ലേലൂയ. ഞാൻ ചെങ്ങലകൾ അണിഞ്ഞ എന്നെയും യേശുവിനെയും വേർപിരിക്കാൻ ഒക്കത്തില്ല. You cannot separate me and Christ. ഞാൻ ചെങ്ങല അണിഞ്ഞവനെ സേവിക്കുകയാ. I am serving him through a relationship that binds me to him. ഈ ചെങ്ങലയുടെ പേര് പൗലോസ് പറയുന്നുണ്ട്. Oh, the name of this chains, Paul says. സ്നേഹം. Oh, it's love, glory. സ്നേഹം. Glory, love. Yes. എന്നെ ക്രിസ്തുവിൽ നിന്ന്, ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർ വേർപിരിക്കും? Who shall separate me from this love of God? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? Who can separate me from the love of God in Christ? ക്രിസ്തുവിന്റെ അൺസർച്ചബിൾ റിച്ച്നെസ് എന്നെ അംബാസഡർ ആക്കിയിരിക്കുകയാ. Oh, to become an ambassador of the പക്ഷെ gospel. ഞാൻ അതിനെ കൊണ്ടു നടക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? Do you know how I carry this? ഞാൻ എന്റെ ക്രിസ്തുവിനെ സ്നേഹിച്ച, Oh, because I love this Christ. വേർപിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്റെ യേശുവിനെ സ്നേഹിച്ച, Hallelujah, to love this Christ in an inseparable way. ഹല്ലേലൂയ, ചെങ്ങലകൾ അണിഞ്ഞ, Oh, through this binding that is happening. ഹല്ലേലൂയ, യേശുവിനെ അങ്ങ് സ്നേഹിച്ച് നടക്കുകയാ. Oh, I am in love with this Father and walking. ഹല്ലേലൂയ, സ്നേഹിച്ച് നടക്കുമ്പോൾ When you walk in this love ജാതികൾ ഈ relationship, വെളിച്ചം കാണും. oh, the nations will see this light. ഹല്ലേലൂയ, ഞാൻ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് Oh, in order to maintain this, സ്നേഹത്തിലാണ്. oh, it is through love. ആ സ്നേഹം വേർപിരിക്കാൻ പറ്റാത്തൊരു സ്നേഹം. It is a type of love that is inseparable. Glory. ചെങ്ങലകൾ അണിഞ്ഞ് സേവിക്കുന്ന ക്രിസ്തു. Oh, this Christ that I serve in chains. Oh, Rabba, Alamayante. Shalaka, Yes, Lord, praise you, Father. ഹല്ലേലൂയ. ഒന്ന് വായിച്ച ഗലാത്യർക്ക് എഴുതിയ ലേഖനം Let's read Galatians 5 chapter 5, 5 വായിച്ചേ. verse number 5. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ മതി. ഹല്ലേലൂയ. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം. A faith that works out of love.
ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണേ, ഈ ശക്തി ആർക്ക് വേണ്ടിയാ വ്യാപരിക്കുന്നത്? For who does this power start to work on behalf of? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി. Upon those who believe. അപ്പൊ ആരുടെയാ റിയൽ വിശ്വാസം? So who are the ones who really believe? ക്രിസ്തു സ്നേഹത്താലുള്ള വിശ്വാസമാണ്. ഹല്ലേലൂയ. ശക്തിയെ ആക്ടിവേറ്റ് ചെയ്യുന്ന വിശ്വാസം. Hallelujah. The type of faith that activates this power is the one that is bound in love. ഹല്ലേലൂയ. നമ്മളെല്ലാം വിശ്വാസം ഉണ്ടെന്ന് പറയും. All of us പക്ഷേ say we have യേശുവിനോട് ആഴമായ സ്നേഹമുണ്ടോ? Oh, but do we really love Christ to the depths? വേർപിരിക്കാൻ പറ്റാത്തൊരു സ്നേഹമുണ്ടോ? Or do we have an inseparable love ഞാൻ to Christ? വിശ്വസിച്ചിട്ടൊന്നും നടന്നില്ലെന്ന് പരാതികളില്ലേ? Don't we say sometimes shortcomings that because I believed, even though I believed, nothing happened? ഹല്ലേലൂയ. പലപ്പോഴും പറഞ്ഞിട്ടില്ല, കർത്താവേ ഞാൻ ഇതങ്ങ് വിശ്വസിച്ചു പക്ഷെ അത് സംഭവിച്ചില്ല കേട്ടോ. But many times we say, Lord, I really, really believed, but guess what? This did not happen. ഞാൻ വിശ്വസിച്ച ഈ വർഷം എൻ്റെ ഇത് മാറുമെന്ന് ഞാൻ അത് ഭയങ്കര വിശ്വസിച്ച പക്ഷെ അത് നടന്നില്ല. Many times I strongly believed that this year was going to be the change, but it didn't happen. വിശ്വാസം ഉണ്ടായിട്ട് ഈ ശക്തി എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. Even though I sincerely believed, this power did not move. അവിടെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നത്, Hallelujah. That is where the Holy Spirit ഈ ശക്തി opens. ചുമ്മാ ആക്ടിവേറ്റ് ആകത്തില്ല. This power does not just ഇത് simply become ദൈവ active. സ്നേഹത്തിന്റെ അകത്ത് വിശ്വാസത്തിലെ നിന്റെ വിശ്വാസം മറ്റൊന്നിലും അല്ല, ദൈവ സ്നേഹത്തിലായിരിക്കണം. ഓ ഹല്ലേലൂയ. മറ്റൊരു കാര്യത്തിൽ വിശ്വാസം വെച്ചിട്ടൊക്കത്തില്ല. യേശുവിന്റെ സ്നേഹത്തിന്റെ അകത്തുള്ള ആഴമായ ഒരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ അത്യന്ത ശക്തി നിനക്ക് വേണ്ടി എഴുന്നേറ്റ് വരാം. Oh, you cannot maintain your faith in anything else. But if you maintain your faith, that is in the love of Jesus Christ, then this power will become active. Hallelujah. Glory, glory, glory. ഒരു എക്സാമ്പിൾ പറയാം. I'll give an example of that. എനിക്കൊരു കാർ വേണം. I want a car. ഞാനങ്ങ് വിശ്വസിച്ചു. I believed I was going to get it. പ്രഖ്യാപിച്ചു. I declared it. അടുത്ത മാസം എനിക്ക് കാർ കിട്ടും. I'm going to get a car next month. അടുത്ത മാസം കഴിഞ്ഞു. The next month passes. കാർ കിട്ടിയില്ല. I did not receive the car. വിശ്വസിച്ചു. I believed. ദൂതുകൾ കേട്ടു. I received the messages given to me. എന്താ My question is why did it not happen? പരിശുദ്ധാത്മാവിന് ഒരു ചോദ്യമുണ്ട്. But the Holy Spirit has one question. ഈ കാർ കിട്ടിയാൽ If he receives this car, നിനക്കിത് കിട്ടാൻ വേണ്ടിയിട്ട് in order that you would receive എന്റെ it, ശക്തി വ്യാപരിക്കാം. my power will move. പക്ഷേ ഇതുകൊണ്ട് നീയും യേശുവും തമ്മിലുള്ള ബന്ധത്തിന് എന്ത് പ്രയോജനം വരും? Through receiving this car, what benefit will there be between you in your relationship with Christ? ദൈവരാജ്യത്തിന്റെ എന്ത് പ്രയോജനം കൊണ്ടുവരും? What benefit will it bring to the kingdom of God if you receive what you ask for? ഇത് ദൈവ സ്നേഹവുമായിട്ട് എന്ത് പ്രയോജനം കൊണ്ടുവരും? What benefit will it bring to your love for God through this? കാർ കിട്ടാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് കാണിക്കുന്ന സ്നേഹമാണോ? ഇല്ല, ഒന്നും കിട്ടിയില്ലെങ്കിലോ ഈ ചെങ്ങലകൾ അണിഞ്ഞ് ഞാൻ നിന്നെ സേവിക്കുമെന്നുള്ള. Even if I do not receive what I ask for, there is a love that is in me that will not separate me from Christ. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ ആത്മശക്തി വ്യാപരിക്കാത്തതിന്റെ കാര്യം വിശ്വാസമുണ്ട്, പക്ഷെ ദൈവത്തോട് സ്നേഹമില്ല. Many times the power of God does not become active because there is faith but there is no love for God. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സ്നേഹക്കുറവാണ്. It is the lack of the love for him. ഈ അത്യന്ത ശക്തി വ്യാപരിക്കുന്നത് ദൈവ സ്നേഹത്തിന്റെ അകത്താണ്. The power of God starts to move openly, freely through the love for God. അതുകൊണ്ട് തിരുവചനം ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധാത്മാവ് ഇങ്ങനെ പൗലോസിലൂടെ വിളിച്ചു പറഞ്ഞത്, That is why the Holy Spirit declares to Apostle Paul, അവന്റെ സ്നേഹത്തിന്റെ through that love, ആഴവും the depths, നീളവും the lengths, വീതിയും the heights, ഉയരവും the widths, എന്തെന്നാ what the meaning is. പരിജ്ഞാനത്തിൽ കവിയുന്ന Beyond a human understanding. ദൈവ സ്നേഹം, The love of God, beyond knowledge. ഉള്ള ദൈവ സ്നേഹം The love of God that എന്തെന്ന് exceeds നീ that. അറിഞ്ഞാൽ If you recognize or understand it, ചോദിക്കുന്നതിലും beyond what you can ask for, beyond what you can imagine, അത്യന്തപരമായി ചെയ്യുവാൻ able to do beyond നിന്റെ അകത്തുള്ള through you, ദൈവിക ശക്തിക്ക് the power of God, it can surely do. നിന്റെ അകത്ത് പകരപ്പെട്ട ദൈവിക ശക്തി എഴുന്നേറ്റ് വരണമെങ്കിൽ, In order the power of God, പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവ സ്നേഹം, love of God that's beyond your understanding. ഹല്ലേലൂയ, അതിന്റെ ആഴം, വീതി, നീളം, ഉയരം എന്തെന്ന് നീ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, When you understand the depths, the heights, the widths of love of God, when you understand that,
യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്ന് പിടികിട്ടി കഴിഞ്ഞാൽ, if you start to recognize, understand the ആ depths of സ്നേഹത്തിൽ love, പിന്നെ ആർക്കും പിന്മാറാനൊക്കത്തില്ല. no one can go away from that love. ആ സ്നേഹം അറിഞ്ഞാൽ പറയും, If you understand that love, you will say, അടിയോ ചാട്ടവാറോ പരിഹാസോ പട്ടിണിയോ എന്തോ ആയിക്കോട്ടെ, ഞാൻ യേശുവിനെ വിടത്തില്ല. no matter what the circumstances, starvation, persecution, punishment, I will not leave this Christ. ഇവൻ ക്രൂശിക്കൂന്ന് പറഞ്ഞാലും തലവെട്ടി കളയൂന്ന് പറഞ്ഞാലും ഈ സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ പിന്മാറ്റാനൊക്കത്തില്ല. Even if I am going to be crucified, I am not willing to forsake Christ. ഹല്ലേലൂയ. ഈ സ്നേഹം ഒന്ന് അറിഞ്ഞാൽ, If we understand that love, yes, Lord. അങ്ങനെ ആരെങ്കിലും അതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, If someone understands that love, അവരുടെ അകത്ത് oh, inside of them, എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, anything ചോദിച്ചതിലും നനച്ചതിലും അത്യന്തപരമായി ചെയ്യുന്ന, oh, beyond what you could ask or imagine, oh, there is a power inside of you that will work. ശക്തി മൂവ് ചെയ്യാൻ തുടങ്ങും. The work of God, the power of God മൂവ് starts to ചെയ്യാൻ move. തുടങ്ങും. Oh, it will start to move. അംബാസഡർ ആക്കി വെച്ചിരിക്കുകയാ. Oh, He has kept you as an ambassador. Hallelujah. Unsearchable richnessലേക്ക്. Hallelujah. In order to lead the Gentiles to unsearchable riches. അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവശക്തിയാൽ അത് സംഭവിച്ചുകൊള്ളൂ. How does that happen? It is by the power of God. പക്ഷേ ഈ ദൈവശക്തി ഒന്ന് ആക്ടിവേറ്റ് ആവണമെങ്കിൽ, But in order for this power to become active, വിശ്വാസം വേണം. you must have faith. ആ വിശ്വാസം സാധാ വിശ്വാസം ഒക്കത്തില്ല. Ordinary faith will ദൈവ not do. സ്നേഹമാകുന്ന ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസത്തിലെ Oh, it is only through the love of God that is അളവറ്റ happening. ദൈവശക്തി Oh, the immeasurable power of God. ചലിക്കാൻ It തുടങ്ങത്തുള്ളൂ. will start to move. ഇന്ന് യേശുവിനെ ഇങ്ങനെ ഒന്ന് സ്നേഹിക്കാം. Oh, to love the Lord Jesus like this. യേശുവിനെ ഒന്ന് സ്നേഹിക്കാം. Oh, in order to love the Father like this. വിശുദ്ധരിൽ വെച്ച് ഏറ്റവും ചെറിയവനാ. Oh, you might be the very least of all the saints. പക്ഷേ പൗലോസ് നിന്നെ എന്താ അപ്പോയിന്റ് ചെയ്തത്? But Paul, why were you appointed? പൗലോസ് പറയുക, But Paul will say, അടി ചാട്ടവാറ് പരിഹാസം പട്ടിണി ഉയരത്തിലുള്ളത് ഭൂമിയിലുള്ളത് കുന്തം എന്തോ ഈവൻ മരണവും കൂടെ വരട്ടെ, പക്ഷെ എന്റെ യേശുവിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. But the Apostle Paul will say, never mind the famine, the punishment, the persecution. There is nothing in this world that can separate me from the love of God. വിശുദ്ധന്മാര് വെച്ച് ഏറ്റവും ചെറിയവനാ. He is the least of all the saints. പക്ഷെ ദൈവം പറയും, നിനക്ക് എന്നോടുള്ള സ്നേഹം ഉണ്ടല്ലോ. Oh, but the love that you have for me, Father. ഹല്ലേലൂയ. ഇത് മതി. Glory, that is enough. ഇത് മതി. Oh, that is enough. ഈ ദൈവശക്തി നിനക്ക് വേണ്ടി അളവറ്റ രീതിയിൽ വ്യാപരിക്കാം. നിനക്ക് എന്നോടുള്ള ഈ സ്നേഹം മതി. Oh, yeah, this love that you have for me. ഇന്ന് പകൽ Oh, this afternoon, യേശുവിനെ ആഴമായി ഒന്ന് സ്നേഹിക്കാം. to love the Lord Jesus Christ in a deep way. ആഴമായി ഒന്ന് സ്നേഹിക്കാം. Oh, a love that is beyond understanding. ഹല്ലേലൂയ. To love Him deeply. Yes, Lord. നമ്മളിപ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചില്ലേ? We read in the Galatians. ഹല്ലേലൂയ. ഞങ്ങളോ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് കാത്തിരിക്കുന്നു. We believe in a faith that comes through righteousness. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന് പ്രത്യാശ നിവർത്തിയ ആത്മാവിൽ കാത്തിരിക്കുന്നു. We are prepared to receive by the Spirit the righteousness that comes through faith. ക്രിസ്തുവേശുവിൽ In Christ Jesus, പരിച്ഛേദനയല്ല, there is no longer അഗ്രചർമ്മമല്ല, circumcision. There is no uncircumcision. സ്നേഹത്താൽ വ്യാപരിക്കുന്ന Glory, but by faith which works by love. വിശ്വാസം അത്രേ. Oh, which works by love. അപ്പൊ ഇതിന്റെ തൊട്ടുമേളി പറഞ്ഞത് ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്താലാണ് നീതീകരണം. It says that before it's not by the law that you received it, but by faith. അതുകൊണ്ട് ഞങ്ങൾ വിശ്വാസത്താലോ നീതി ലഭിക്കുമെന്ന് കാത്തിരിക്കുന്നു. Therefore, by the Spirit, we wait for the hope of righteousness. അപ്പോൾ ഒരു വിശ്വാസത്താലാണ് നീതി ലഭിക്കുന്നത്. It is through faith that you receive righteousness. വിശ്വാസത്തെ കുറിച്ച് പറയാം, സ്നേഹത്താലുള്ള വിശ്വാസം. What type of faith? It's a faith that works through love. അപ്പൊ നേരത്തെ പറഞ്ഞ പിന്നെ ന്യായപ്രമാണം, പരിച്ഛേദന, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക ഇതൊന്നുമല്ല. He says the law, the circumcision, but it's not any of those things. സ്നേഹത്താലുള്ള വിശ്വാസം. It is only the faith through love. അപ്പൊ മറ്റേതെന്തിനെ റെപ്രസെന്റ് ചെയ്തത്? What does he represent on the other അതാ side? വിശുദ്ധിയെ റെപ്രസെന്റ് ചെയ്ത് ഇതുവരെ നിന്നത്. That is what stood as holy until that time. പരിച്ഛേദനയും ന്യായപ്രമാണം മുഴുവൻ അതാണ് വിശുദ്ധിയുടെ മാനദണ്ഡമാക്കി യഹൂദന്മാർ വെച്ചുകൊണ്ടിരുന്നത്. Hallelujah. It is what the Jews held as holy was the law and what was circumcised. പൗലോസ് പറഞ്ഞു, ഞാൻ അതിന്റെ അകത്ത് ഏറ്റവും ചെറിയവൻ.
ചെറിയവനാ. But Paul says, I am the very least in all ഞാൻ of those അതിന്റെ things. അകത്ത് ഏറ്റവും ചെറിയവനാ, പക്ഷെ മറ്റൊരു കാര്യത്തിൽ Hallelujah. ഞാൻ വലിയവനാ. Oh, അതെന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലുള്ള സ്നേഹത്തിന്റെ അകത്ത്. ഓ, അവർക്കെല്ലാം ഈ ന്യായപ്രമാണം പറഞ്ഞു കൊടുത്ത സ്നേഹമേ അറിയത്തുള്ളൂ, പക്ഷെ എനിക്ക് ഈ പരിജ്ഞാനത്തിൽ കവിയുന്ന. Hallelujah. They only know a love that comes from that law, but it's not the love that comes through faith. ദൈവ സ്നേഹം എന്തെന്നറിയാ. In order to know the love of God. ഇതറിയുമ്പോൾ when I understand that ഞാൻ love. ചോദിക്കുന്നതിൽ More than what I can ask. നിനക്കുന്നതിൽ Beyond what I can imagine. അത്യന്തപരമായി In a miraculous way. എന്നിൽ ചെയ്യുവാൻ To do through me. കഴിവുള്ള ശക്തി. Power that is working inside of me. ഹല്ലേലൂയ. അതൊന്നും എടുത്ത് പിന്നെ എഫേസ്യർ അതും കൂടെ വായിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. We'll read that verse, Ephesians 4:17. മൂന്നിന്റെ ലാസ്റ്റ് വേഴ്സസ്. 3, chapter 3, verse 17. മൂന്നിന്റെ 20. 20. എഫേസ്യർ 3-ന്റെ. Ephesians 3:20. ഗലാത്യർ അല്ല, എഫേസ്യർ 3-ന്റെ. അതിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം കൊണ്ടൊന്ന് വായിച്ചു. പരിജ്ഞാനത്തിൽ surpasses knowledge, ക്രിസ്തുവിന്റെ സ്നേഹത്തെ the love of Christ, അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വർക്ക് ചെയ്യുന്ന വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകും. And to know the love of Christ that surpasses knowledge, that you may be filled with all the fullness of God. Now to him who is able to do far more abundantly than all we can ask or think, according to the power at work within us, to him be the glory in the church and in Christ Jesus throughout all generations, forever and ever. Amen. Let's stand and pray. Praise you, Father. Yes, Lord, we praise you. പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസം, of faith that is based upon the love of God that surpasses knowledge. പരിജ്ഞാനത്തിൽ കവിയുന്ന ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസം, a type of faith that is നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന what has been imparted into us. ദൈവശക്തിയെ ചലിപ്പിക്കും. It will activate the power within us. അതൊന്ന് ചലിച്ചു തുടങ്ങിയാൽ if that power starts to move in us, സംഭവിക്കുന്നതാ the very next thing that happens in the church and in Christ, ദൈവ മഹത്വം, the glory of God, ദൈവ മഹത്വം, the glory of God, glory വെളിപ്പെടും. the glory is revealed. Glory വെളിപ്പെടും. The glory will be revealed. എന്നേക്കും വെളിപ്പെട്ടുകൊണ്ടിരിക്കും. Forever and ever and ever and ever. എപ്പോഴാണ് ചോദിച്ചാൽ പരിജ്ഞാനത്തിൽ കവിയുന്ന this love that surpasses knowledge, ദൈവ സ്നേഹത്തിലുള്ള വിശ്വാസത്തിന്റെ നിറവ്, the fullness of the faith that comes through that, അതിന്റെ അകത്ത് ആക്ടിവേറ്റ് ആകുന്ന അളവറ്റ ദൈവശക്തി, the power of God that becomes active in life. If that comes, ഇത് സംഭവിച്ചാൽ ഗ്ലോറി ഇറങ്ങും. if that happens, glory will be revealed. With the glory of God will be revealed. ഇതിനെ അംബാസഡർ ആക്കിയിട്ടുണ്ട് എന്ന്. Hallelujah. ഇന്ന് പകൽ എന്നെ ഇതിനെ അംബാസഡർ ആക്കി വെക്കുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. I believe that the Lord has kept me as an ambassador of this. Declare that. ദൈവം എനിക്ക് തരുന്ന പൊസിഷനെ, the position that Father gives me, ചെങ്ങലകൾ അണിഞ്ഞു സേവിക്കുമെന്ന് I പറയാം. will serve him and be bound in chains. ദൈവം എനിക്ക് തരുന്ന ദൈവിക ദാനങ്ങളെ, the gifts that he has given me, ആർക്കും പൊട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിൽ, no one cannot take it from me or snatch it. ശിംശോന്റെ മേൽ നിന്ന് പിശാച് തകർത്തതുപോലെ, just as Satan destroyed from Samson, തകർക്കാൻ പറ്റാത്ത രീതിയിൽ, in a way that cannot be destroyed, ചെങ്ങലകൾ അണിഞ്ഞു സേവിക്കുമെന്ന് I will serve Christ in this way. ദൈവം പകർന്ന പരിജ്ഞാനത്തെ ശലോമോന്റെ മേൽ നിന്ന് പൊളിച്ചു കളഞ്ഞതുപോലെ, just as the knowledge that was given to Solomon was broken off, എനിക്ക് തരുന്ന അതോറിറ്റിയിൽ നിന്ന്, in my authority, പിശാചിനെ എന്നെ തകർക്കാൻ പറ്റാത്ത രീതിയിൽ, the devil is not able to ഞാൻ എൻ്റെ യേശുവിനെ, I will serve Christ, സ്നേഹമാകുന്ന ചെങ്ങലകൾ അണിഞ്ഞ്, I will serve him in വേർപിരിക്കാൻ പറ്റാത്തത്, to not separate me from that love, ഞാൻ ഇങ്ങനെ സേവിക്കുമെന്ന്, I will serve him in this way. ഉറച്ച തീരുമാനമുള്ള ആരെങ്കിലും
ഉണ്ടെങ്കിൽ, anyone prepared to enter into a ഉറച്ച commitment, തീരുമാനമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, if there is one who is prepared to enter into a commitment, unsearchable richness-ലേക്ക്, hallelujah, in order to draw the unsearchable riches. Shala Kabala Bashabala Baba Dura, dura, dura. Shudabala Bashia Kabala Barabala Bashia Kamaria Deria Uragas me atoy. Ebrakoria re atoy. Hey, praise you, Father. മഹത്വമേ മഹിമയേ അളവില്ലാതെ എന്നിൽ, മഹത്വമേ മഹിമയേ അളവില്ലാതെ എന്നിൽ, മഹത്വമേ മഹിമയേ അളവില്ലാതെ എന്നിൽ, മഹത്വമേ മഹിമയേ അളവില്ലാതെ എന്നിൽ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിയിട്ടും കടപ്പാൻ കഴിയാതെ വെള്ളം, നീന്തിയിട്ടും കടപ്പാൻ കഴിയാതെ വെള്ളം. മഹത്വമേ മഹിമയേ 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 അളവില്ലാതെ എന്നിൽ, 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 മഹത്വമേ മഹിമയേ അളവില്ലാതെ എന്നിൽ. അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അത് അരയോളം പോരായേ. നീന്തിയിട്ടും കടപ്പാൻ കഴിയാതെ വണ്ണം, അത് നീന്തിയിട്ടും കടപ്പാൻ കഴിയാതെ വണ്ണം. മഹത്വമേ മഹിമയേ 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 മഹത്വമേ
മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ അളവില്ലാതെ മഹത്വമേ മഹിമയേ 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 പരിശുദ്ധനായ ദൈവമേ, ഇന്ന് പകൽ ഒരു യോഗ്യതകളെ നോക്കാതെ അങ്ങേ സ്നേഹിക്കുന്നു എന്ന ഒറ്റ കാര്യത്താൽ ദൈവകൃപാദാനത്താൽ അൺസെർച്ചബിൾ റിച്ച്നെസ്സിന്റെ അന്വേഷിക്കാൻ പോലും കഴിയാത്തതായ things that I could not even ask for. ദൈവിക സമ്പന്നതയുടെ The richness of it. അംബാസഡേഴ്സ് ആക്കി To make an ambassador. ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനായി Thank you, നന്ദി Father. You have made us. അന്വേഷിക്കാൻ പോലും പറ്റാത്തതായ Things that you could not even see. കാര്യങ്ങളുടെ അംബാസഡേഴ്സ് ആക്കി. Thank you that you have appointed us as ambassadors. അളക്കാൻ കഴിയാത്ത ദൈവിക റിച്ച്നെസ്സിന്റെ To the immeasurable riches. അംബാസഡേഴ്സ് ആക്കി. Ambassadors of such. കൃപയാൽ ഞങ്ങളെ ആക്കിയതിനായി നന്ദി കർത്താവേ. We thank you that it is by your grace. ഞങ്ങൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി We കർത്താവേ. thank you, Father, for the power that is working in us. ഞങ്ങൾക്ക് വേണ്ടി ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതിനായി നന്ദി കർത്താവേ. We thank you, Father, for the power that is working on our behalf. ഈ വരുന്ന ദിവസങ്ങളിലും മാസങ്ങളിലും വലിയ അപ്പോയിന്റ്മെന്റുകൾ സംഭവിക്കുന്നതിനായി We thank you for the coming months where appointments are being established. വലിയ അൺസെർച്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ റിവീൽ ചെയ്യാൻ പോകുന്നതിനായി We thank you that you are preparing to reveal the unsearchable riches. ഒരു അഭിഷേകത്തെ പകർന്നതിനായി നന്ദി We കർത്താവേ. thank you for imparting your anointing upon us. അങ്ങയുടെ ഈ സ്നേഹത്തിൽ From this love.
ഓ അങ്ങയുമായി കർത്താവേ ആ ചെങ്ങലകൾ അണിഞ്ഞ Oh, to be bound to you, Father. in this love. സ്നേഹമാകുന്ന ചെങ്ങലകളെ Oh, come on, come on. Oh, to be bound to you through the ഞങ്ങൾ love. അങ്ങയെ സേവിക്കാൻ Oh, തയ്യാറാകട്ടെ. we are prepared to serve you, Father. ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി നന്ദി. We thank you for വലിയ blessing us. വിടുതലുകൾ അയച്ചതിനായി We നന്ദി. thank you for സകല declaring great മഹത്വം deliverance. അങ്ങേക്ക്. All glory to you, Father. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ In the mighty name of Jesus. we pray. ആമേൻ. Amen. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും Oh, the love of our Heavenly Father. പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപയും Oh, the grace of our Lord Jesus നമ്മെ Christ. ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന And the Comforter who leads us into all truth. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ The Holy Spirit of God. സംസർഗവും സഹവാസവും കൂട്ടായ്മയും The communion and fellowship. ഇന്നു മുതൽ എന്നേക്കും From this moment forward and forever. യേശു ക്രിസ്തുവിന്റെ വരവോളം എന്നേക്കും ഇരിക്കുമാറാകട്ടെ. Until the return of Jesus Christ, let it remain. ആമേൻ. Amen. Amen. അർക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം. To the slain lamb be all glory. Hallelujah. 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 ആമേൻ. കർത്താവായ യേശുവേ, Amen. Lord Jesus Christ, come. ഇവയെല്ലാവരും ധാരാളമായി May God bless every person.